ഇത് നമുക്കൊരു മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ താത്തൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുറേ ട്രാവൽ ചെയ്ത് വരാനുണ്ട്. പിന്നെ ഇവളുടെ വീട്ടിൽ ടൗണിൽ നിന്നും കുറച്ചുകൂടി വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കറക്റ്റ് സ്ഥലം അറിയാത്തതുകൊണ്ട് തന്നെ ഒരു സ്റ്റോപ്പ് അപ്പുറത്ത് പോയിച്ചൊക്കെ ഇറങ്ങിയത്. വീണ്ടും ബസ്സിൽ കയറിച്ച് നമ്മൾ അവിടെ തിരിച്ച് വന്ന് ഇറങ്ങിയത്. നല്ല കോമഡി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. പിന്നെ നമ്മൾ ഫിദനൊക്കെ കണ്ട് അമ്മക്കുള്ള ഫുഡൊക്കെ എടുത്ത് തന്ന്. ചിക്കൻ ബിരിയാണി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളോട് വേഗം കഴിക്കുമെന്ന് പറഞ്ഞതെന്നാണ്. അവളും പിന്നെ അവളുടെ കുറച്ച് കസിൻസിൻ്റെ ഒക്കെ കൂടിയിട്ടുള്ള ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ഈ ജിലേബിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇതുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും ഷുഗർ ഡയറ്റിലാണ്, ഷുഗർ കട്ടിങ് ആണ്. അപ്പോൾ നമ്മൾ രണ്ടാളും അതൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് അവളുടെ ഡാൻസാണ്. ഞാൻ പറഞ്ഞതില്ല കേട്ടോ ഗൈസ്, അവിടെ 2-3 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിയുന്ന ആൾക്കാർ തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോന്നു കേട്ടോ. നമുക്ക് SM-ലൊന്ന് പോകാനുണ്ടായിരുന്നു, ഒരു ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ SM-ലേക്ക് പോയിട്ട് അവിടെ യെല്ലോ എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറിയിട്ട് നമ്മളൊരു ടോപ്പ് എടുക്കുകയും ചെയ്തു. അതൊക്കെ ബില്ല് ചെയ്തിട്ട് പോന്നു. പിന്നെ ചൈന മാർക്കറ്റിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞു അവിടെ അധികമൊന്നുമില്ല, വെറുതെ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളങ്ങോട്ട് പോയില്ല. ഇത് വാങ്ങിയതിന് ശേഷം നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു SM-ൽ തന്നെ ഒരു ഷോപ്പിൽ. അപ്പം ഓനെ കാണാൻ പോയി ഗായ്സ്. അങ്ങനെ ഓനൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ചായക്കുള്ള കടികളൊക്കെ വാങ്ങി. പിന്നെ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. SM-ന് മുമ്പ് തന്നെ എനിക്ക് ബസ് കിട്ടോ, എൻ്റെ നാട്ടിലേക്കുള്ള ബാലുശ്ശേരിക്കുള്ള ബസ്. സോ ഞാൻ അതിൽ കയറി കുറച്ചിങ്ങനെ നിന്ന് ഞാൻ തന്നെ എന്നെ തന്നെ ഇങ്ങനെ ഷോ കാണിച്ച് കളിച്ച്. പിന്നെ ബസ്സിൽ കയറി എനിക്ക് സീറ്റ് കിട്ടി. ഫസ്റ്റ് ഇതിൽ തന്നെ സീറ്റ് കിട്ടി. പിന്നല്ലേ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കൂളായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ആ ഷോപ്പിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഇവിടെ എന്താ അങ്ങനെ ഉണ്ടാക്കുന്ന സാധനമൊന്നും ഇപ്പം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ലൊരു കോഫിയും പിന്നെ നഗറ്റ്സും പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിൽ വെള്ളം കൂടി വാങ്ങി. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേന്ന് നമ്മൾ പോയിരുന്നു. ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ രാത്രി ചപ്പാത്തിയും കറിയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഈ ചപ്പാത്തിൻ്റെ കൂടിയും തൈരൊക്കെ കൂട്ടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഞാനങ്ങനെ കൂട്ടും. പിന്നെ അവിടെ കുറച്ച് ഇങ്ങനെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോന്നു. എൻ്റെ ഒപ്പമുള്ളതിലല്ലേ ഒരു ചെറിയ യൂട്യൂബറാണ് കേട്ടോ ഗൈസ്. എൻ്റെ നാട്ടിൽ തന്നെ നമ്മൾ അറിയുന്ന ആളാണ്. പിന്നെ എനിക്ക് വീട്ടിലെത്തിയിട്ട് എൻ്റെ സ്കിൻ കെയർ ചെയ്യാനുണ്ടായിരുന്നു. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൺലി 2 ദിവസം അയച്ചുള്ളൂ. ഡെംഡോക്കിൻ്റെ സിറും അതേപോലെ നൈറ്റ് ക്രീമും ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്നുണ്ട്. നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നു. അപ്പോൾ ബൈ.